ഗസ വിഷയത്തിൽ ട്രംപും നെതന്യാഹുവും ഒറ്റപ്പെടുന്നു. രണ്ടാം ഊഴത്തിൽ ട്രംപിന്റെ നീക്കങ്ങളെല്ലാം സംശയത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുൻകൈയെടുത്ത ട്രംപിന്റെ നടപടികൾ ലോകം അത്ഭുതത്തോടെയാണ് നിരീക്ഷിച്ചത്. ട്രംപിന് മാറ്റമുണ്ടായോ? രണ്ടാം ഊഴത്തിൽ വേറിട്ടൊരു ഭരണാധികാരിയാവാനുള്ള ഒരുക്കത്തിലാണോ US പ്രസിഡന്റ്? എല്ലാ ഊഹങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ട്രംപ് തനി നിറം പ്രകടിപ്പിച്ചു തുടങ്ങി. ഗസയിലെ പലസ്തീനികൾ ഒഴിഞ്ഞുപോകണം എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ലോകം അമ്പരപ്പോടെയാണ് കേട്ടത്. നെതന്യാഹുവിനെ രണ്ടാം ഊഴത്തിൽ ട്രംപ് മുൾമുനയിൽ നിർത്തും എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങളും നിരീക്ഷകരുമെല്ലാം വിലയിരുത്തിയത്. ട്രംപിന്റെ പ്രസ്താവനകളും നീക്കങ്ങളും ഈ വിലയിരുത്തലിന് ആക്കം കൂട്ടി. എന്നാൽ നെതന്യാഹുവിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ട്രംപ് ഗസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഏറെ വിവാദ കൊടുങ്കാറ്റുയർത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ ഗസയ്ക്ക് പിന്തുണയുമായി എത്തുന്നു. ഒടുവിൽ അയർലൻഡാണ് ഗസയ്ക്ക് സഹായം നൽകിയിരിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്കായി 181 കോടി രൂപ സഹായമാണ് അയർലൻഡ് പ്രഖ്യാപിച്ചത്. പലസ്തീൻ ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന UN സന്നദ്ധ സംഘടനയായ UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കാണ് അയർലൻഡ് 181 കോടി നൽകിയത്. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വാണിജ്യ പ്രതിരോധ മന്ത്രിയുമായ സൈമൺ ഹാരിസാണ് പ്രഖ്യാപനം നടത്തിയത്. 1949 മുതൽ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ ഇസ്രായേൽ നിരോധിച്ചിരുന്നു. ഏജൻസിക്ക് നൽകി വന്നിരുന്ന ധനസഹായം US നിർത്തലാക്കുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷമുള്ള പലസ്തീൻ ജനതയുടെ അവസ്ഥ ഏറെ ദുരിതത്തിലാണ്. അതിനാൽ അവരെ സഹായിക്കാനുള്ള പ്രായോഗിക മാർഗമാണ് ധനസഹായമെന്ന് സൈമൺ ഹാരിസ് പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനെ തുടർന്ന് പലസ്തീൻ ലഭിച്ച ധനസഹായങ്ങളിൽ 60% UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടേതാണ്. 2023 മുതൽ വിവിധ ഘട്ടങ്ങളിൽ ഗസയ്ക്ക് 67 ദശലക്ഷം യൂറോ ധനസഹായം അയർലൻഡ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശം നടക്കുന്ന ഗസ, കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ സേവനം നടത്തുന്ന ഈ ഏജൻസിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇസ്രായേൽ നിരോധിച്ചത്. ഏജൻസിയുമായി ബന്ധപ്പെടുന്നതിൽ നെതന്യാഹു ഗവൺമെന്റ് പൂർണ്ണമായി ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വിലക്കിയിരുന്നു. ഇതോടെ UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഉദ്യോഗസ്ഥരുടെ വിസ ഇസ്രായേൽ നിർത്തലാക്കി. സംഘടനയുടെ പ്രവർത്തനം ജോർദാനിലേക്ക് മാറ്റുകയും ചെയ്തു. യുനെസ്കോ, UN മനുഷ്യാവകാശ കൗൺസിൽ എന്നിവിടങ്ങളിൽ നിന്ന് പിന്മാറുന്നതായും UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് നൽകി വരുന്ന ധനസഹായം നിർത്തലാക്കുന്നതായും US ഗവൺമെന്റ് ഫെബ്രുവരി 5 അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ട്രംപ് ഒപ്പുവെച്ചു. UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ പ്രവർത്തന ചെലവിൽ 22% വഹിച്ചിരുന്നത് US ആയിരുന്നു.